നമ്മുടെ നാട്ടിൽ പൊതുവിലൊരു അണുകുടുംബ വ്യവസ്ഥയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. വലിയ ഫാമിലി എന്നൊക്കെ ഉള്ളത് ഒരു കാലഹരണപ്പെട്ട കോൺസെപ്റ്റായി മാറി. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിലൊക്കെ വലിയ ഉത്കണ്ഠയും അതോടൊപ്പം വലിയ വലിയ പ്രതീക്ഷകളും ഉണ്ടാകും. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റുവിന് വലിയ വലിയ കരുതലായിരുന്നു. കാര്യം ലോക കോടീശ്വരനായിരുന്നു അന്ന് മോത്തിലാൽ നെഹ്റു. കരിനിയമമായ റൗലറ്റ് ആക്ടിനെതിരെ ഗാന്ധിജി നടത്തുന്ന സമരത്തിൽ ജവഹർലാൽ നെഹ്റു തൻ്റെ മകൻ പങ്കെടുക്കുമെന്ന് മോത്തിലാലിന് മനസ്സിലായപ്പോൾ ജയിലിൽ കിടന്നാൽ തൻ്റെ മകൻ അനുഭവിക്കാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളും വിഷമതകളും എന്തൊക്കെയായിരിക്കും എന്ന് ആലോചിക്കുമ്പോൾ ഈ അച്ഛൻ മോത്തിലാൽ വല്ലാതെ ഭയന്നുപോയി. ജയിലിൽ പോയാൽ മോൻ സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെ തീവ്രതയൊന്നറിയാൻ വേണ്ടി അദ്ദേഹം വെറും നിലത്ത് കിടന്നുറങ്ങി. രാത്രിയിലൊക്കെ തന്നെ അങ്ങനെയൊക്കെ കിടന്നുറങ്ങി നോക്കി. കാര്യം ജയിലിലൊക്കെ അന്ന് വളരെ ബ്രിട്ടീഷുകാരുടെ ജയിലാണ്, അങ്ങനെയൊക്കെയുള്ള ജയിലാണ് അന്ന് ലഭ്യമായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരാൻ ജയിലിൽ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്വയം അനുഭവിച്ച് ഈ അച്ഛൻ മകൻ്റെ ഈ അനുഭവിക്കാൻ വന്ന പ്രശ്നങ്ങളുടെ തീവ്രത മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവസാനം അച്ഛൻ ഈ മോത്തിലാൽ മകൻ ജവഹർലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിയമലംഘനത്തിനൊന്നും പോകരുത്, അത് നിൻ്റെ ആരോഗ്യത്തിന് ചേരത്തില്ല. അങ്ങനെ അച്ഛനും മകനും തമ്മിൽ ചില രാത്രികളിലൊക്കെ തന്നെ ഈ വിഷയത്തെ ചൊല്ലി വലിയ വാഗ്വാദം തന്നെ ഉണ്ടായി. തൻ്റെ ഉപദേശങ്ങളും ശാസ്ത്രങ്ങളൊന്നും മകനിൽ യേശുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം നേരിട്ട് ഗാന്ധിജിയെ കണ്ടു. ഇതൊക്കെ പറഞ്ഞു, മകനെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമരത്തിൻ്റെ പ്രത്യേകത, റൗലറ്റ് ആക്ട് എന്താണ്, ഈ ബ്രിട്ടീഷുകാരൻ്റെ മേൽക്കോയ്മയ്ക്കെതിരെ നമുക്ക് അടരാടാനുള്ള ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മോത്തിലാലിനൊന്നും മനസ്സിലായില്ല. പക്ഷേ ഗാന്ധിജി ഒരു കാര്യം ചെയ്തു. അദ്ദേഹം സമരപരിപാടികളെയൊക്കെ അച്ഛൻ്റെ അടുത്ത് ന്യായീകരിച്ചെങ്കിൽ പോലും മകനോട് പറഞ്ഞു, അച്ഛനോട് കയറി ഏറ്റുമുട്ടാനൊന്നും പോകണ്ട, വഴക്കിനൊന്നും പോകണ്ട, അച്ഛനല്ലേ, അച്ഛനെ വേദനിപ്പിക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് ജവഹർലാലിനോട് ഗാന്ധിജി പറഞ്ഞു. പക്ഷേ ഈ മാതാപിതാക്കൾക്ക് മക്കളോട് നമുക്കറിയുന്ന പോലെ വലിയ കരുതലും സ്നേഹമൊക്കെ സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ കാലത്ത് വളരെ കൂടുതലാണ്. മക്കളെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനൊക്കെ അവർ പരമാവധി ശ്രമിക്കും. നേരായ മാർഗവും ചിലപ്പോൾ കുറുക്ക് മാർഗവും ഒക്കെ അവർ അവലംബിച്ചു വരും. പക്ഷേ മോത്തിലാൽ ചെയ്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സങ്കല്പങ്ങളെ തകർത്തെറിയാൻ പറ്റുന്ന രീതിയിൽ കുറുകെ കയറി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അതല്ല വേണ്ടത്. കാര്യം അവൻ്റെ മാർഗം, ഈ ജവഹർലാൽ നെഹ്റു എന്ന കുട്ടിയുടെ ചെറുപ്പക്കാരൻ്റെ ലക്ഷ്യം നേരെ പോയി ബ്രിട്ടീഷുകാരനോട് അടരാടുക എന്ന് തന്നെയായിരുന്നു. രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടിയായിരുന്നു അത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ മക്കളുടെ താല്പര്യങ്ങൾക്ക് പൊതുവെ എതിര് നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരുടെ ലക്ഷ്യവും മാർഗവും നല്ലതാണെങ്കിൽ അവരവിടെ എത്തട്ടെ, അവരവിടെ കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പോൾ ഇന്ത്യക്ക് നെഹ്റു എന്ന കർമ്മയോഗിയെ ലഭിച്ചത് എന്തുകൊണ്ടാണ്? ഈ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ പറഞ്ഞപ്പോൾ പിന്തിരിഞ്ഞോടാൻ അദ്ദേഹം തയ്യാറായില്ല. അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ അച്ഛനെ ധിക്കരിക്കുന്നതൊന്നും ജവഹർലാലിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. പക്ഷേ ഗാന്ധിജി എന്ന് പറയുന്ന വെളിച്ചം റൗലറ്റ് ആക്ടിനെതിരെ അടരാടാൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ അണിചേരാനായിരുന്നു ജവഹർലാലിന് താല്പര്യം. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും വലിയ ഒരു രാഷ്ട്ര നേതാവിനെ കിട്ടിയത് എന്ന കാര്യം നമ്മൾ മറക്കണ്ട. അതുകൊണ്ട് ഞാൻ മാതാപിതാക്കളോട് പറയുന്നു, മക്കളുടെ നല്ല കാര്യങ്ങൾക്ക് കുറുകെ നമ്മൾ കയറി നിൽക്കരുത്. യെസ്, ദാറ്റ് ഈസ് ഓൾ.